നമസ്തേ. വരുമ്പല്ലേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികം ക്ലാസ്സിന് പോകുമ്പോൾ ഒന്നും കഴിക്കാൻ നിൽക്കലില്ല, നേരവും കിട്ടൂല, ഓടുക ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ വെള്ളത്തിനൊക്കെ ഇതാ ചെയ്യാമെന്ന് വിചാരിച്ച് സോഡാ സർവത്ത് കുടിച്ചു. അതിൻ്റെ ഗ്യാസ് അപ്പോൾ കയറിയിട്ട് അപ്പോൾ നോക്കിയിരുന്നേ. അയ്യോ. അന്നിപ്പം നമസ്തേ. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വന്നത്. സമയം 6:15. സമയം 1:30 ക്ലാസ് കഴിയും. പക്ഷേ എനിക്ക് പ്രാക്ടിക്കൽ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ. അത് ഞാൻ എവിടെ എത്തിയിട്ടില്ലെന്നേ. ഞാൻ ലീവായി കുത്തിരിക്കല്ലേ, പിന്നെ എവിടെ എത്താനാണ്. അപ്പോൾ പിന്നെ പ്രാക്ടിക്കൽ ചെയ്യാതിരിക്കുന്ന 4 മണി വരെ അല്ലെങ്കിൽ 4:30 വരെ ഇരിക്കും. ഇന്ന് പിന്നെ 4 മണി വരെ ഇരുന്നേ. പിന്നെ അവിടെ നിന്ന് എത്തണ്ടേ. അപ്പോൾ ഈ സമയമായി. ഇനി ഓരോന്നും പണികളുണ്ട്. അടുക്കളയിൽ ചെല്ലണം, ഓരോരോ പണികളുണ്ട്. ഫ്രഷ് ആയിട്ടൊന്നുമില്ല കേട്ടോ. രാത്രിയാവുന്നതിന് മുന്നേ 2 ഡയലോഗ് അറിഞ്ഞ് പോവാമെന്ന് വിചാരിച്ച്. ആ ക്ലാസ്സിൽ എന്താ പറയുക, നമ്മുടെ ഫെയർവെൽ ഡേ അല്ലേ, അതിൻ്റെ ഓരോ ചർച്ചാ വിഷയങ്ങളാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കേണ്ടി വന്നു. ഫസ്റ്റ് എന്തോ കിളി പോയി, പിന്നെ റെഡിയായി. നമ്മളൊരു പ്രിപ്പയർ ചെയ്തിട്ടല്ലേ ക്ലാസ് എടുക്കണ്ടേ. പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല, നേരെ അങ്ങോട്ട് ക്ലാസ് എടുത്തു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെ വിശേഷം കേട്ടോ. കൂടുതൽ എന്താ പറയണ്ടേ, കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ക്ലാസ്സുകൾ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം. ഇന്ന് മിസ്സതേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് മാത്രം ദിവസങ്ങളില്ല ക്ലാസ്സുകൾ കഴിയാനായിട്ട്. നിങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു ദിവസം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ലീവാവും. ഇന്നെ കണ്ടാൽ മാവേലി എന്നാണ് പറയുക. ലീവാവിടെ വരണം കേട്ടോ. അപ്പം പിന്നെന്താ പറയണ്ടേ, നാളെ പോവും. മറ്റന്നാൾ പിന്നെ ശിവരാത്രി അല്ലേ, ഓർമ്മയുണ്ടോ? ശിവരാത്രി എടുക്കും കേട്ടോ. അതിൻ്റെ വിശേഷം ഞാൻ നാളെ വൈകിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ ശിവരാത്രി എടുക്കുന്നത്. പലരും പല മാതിരിയായിരിക്കും. ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പലരും പല രീതിക്കായിരിക്കും എടുക്കുക. എൻ്റെ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളെയല്ല, മറ്റന്നാൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ പുതിയ ആളല്ല, നമ്മൾ എന്താ പറയുക, കുടുംബം മാതിരി കൊണ്ടെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷം. പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് വന്ന് മിണ്ടി പറഞ്ഞ് സംസാരിക്കണം എന്നൊക്കെ തോന്നി. എന്തായാലും നിങ്ങളും എൻ്റെ ഫാമിലി അല്ലേ, കുറച്ച് വിവരങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നാളെ ആയിരിക്കും ചൂടേറിയ വിശേഷം. കാരണം മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മൾ ശിവരാത്രി അല്ലേ, അപ്പോൾ ലീവാണല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫെയർവെൽ പാർട്ടിയാണ്, അതുകൊണ്ട് ടൈമില്ല. അപ്പോൾ നാളെ ആയിരിക്കും ജഗപോക. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒക്കെ വിശന്നിട്ട് വയ്യ. വെറും വയറ്റിലില്ലേ സോഡാ സർവത്ത് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേ കണക്ക് തന്നെ വയറ് കാളിയിട്ട് വയ്യ. വരുമ്പോൾ ബേക്കറി കൊണ്ടുവന്നിക്കണം കേട്ടോ. ഇനി ചായ വെക്കാനേ ഉള്ളൂ, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ. അന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നാളേക്ക് നമുക്ക് മറ്റന്നാളത്തെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. എന്നാൽ ഞാൻ വെക്കുന്നേ. ബൈ.